മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ പിറക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിന്ത നക്ഷത്രങ്ങളും കരോളുമാണ്. നക്ഷത്രങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതാ ലോകരക്ഷകൻ ക്രിസ്തു ഇവിടെ ജനിച്ചിരിക്കുന്നുവെന്ന്. നമ്മുടെ വീടുകളിൽ പല വിധത്തിലുള്ള നക്ഷത്രങ്ങൾ തൂങ്ങുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇതാ ഇവിടെയാണ്, നമ്മുടെ ഓരോ ഭവനങ്ങളിലുമാണ് ക്രിസ്തു ജനിച്ചിരിക്കുന്നതെന്ന്. ആദ്യമായി ക്രിസ്തു ജനിച്ചത് മറിയത്തിന്റെ ഉദരത്തിലാണ്. മാലാഖ പ്രത്യക്ഷപ്പെട്ട് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞപ്പോൾ മറിയം ഉത്തരം പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാണ്. നമ്മുടെ ഓരോ ഭവനങ്ങളിലും ക്രിസ്തു ജനിക്കണമെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ ആദ്യം ക്രിസ്തു ജനിക്കണം. നമ്മുടെ മനസ്സുകളിൽ ജനിക്കണമെങ്കിൽ നമ്മുടെ മനസ്സുകൾ നന്മ നിറഞ്ഞതാകണം. നാം ദൈവഹിതത്തിന് വിധേയരുമായിരിക്കണം. രണ്ടാമതായി നാം ചിന്തിക്കുന്നത് കരോൾ സന്ദേശവുമായി നാം ഓരോ ഭവനങ്ങളും കയറിയിറങ്ങുന്നതാണ്. എലിസബത്ത് വന്ധ്യയായിരുന്നു. എലിസബത്ത് ഗർഭിണിയായ വിവരം കേട്ട് മറിയം എലിസബത്തിനെ സന്ദർശിക്കുവാൻ യാത്രയായി. അവരുടെ സന്ദർശന വേളയിൽ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി എന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നാം ക്രിസ്തുമസ് സന്ദേശവുമായി ഓരോ ഭവനങ്ങളിലേക്കും പ്രവേശിക്കുമ്പോൾ ആ ഭവനങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുവാൻ സാധിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ഓരോ മനസ്സുകളും നന്മ നിറച്ചുകൊണ്ട് സമാധാനത്തിന്റെ ക്രിസ്തുവിന് പിറക്കാൻ സ്ഥലമൊരുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ നക്ഷത്രത്തിലും ലൈറ്റ് തെളിയുമ്പോൾ നമ്മുടെ മനസ്സുകളിലും ക്രിസ്തുവാകുന്ന വെളിച്ചം നിറച്ചുകൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകുവാനും മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നന്മയും സമാധാനവും ഉണ്ടാകുവാൻ ക്രിസ്തു നമ്മിൽ നിറയട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ ക്രിസ്തു ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.